വിജയകുമാർ മഹാനായ സഖാവ്, സമരനായകൻ, പുന്നപ്ര വയലാർ കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരി, ഇതൊക്കെ തന്നെ നമ്മുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്ന വി എസിനെ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ഇതിഹാസ തുല്യമായ ഒരു ജീവിതം മരണത്തോടെ അങ്ങനെ അവസാനിക്കില്ല എന്ന് വി എസിനെ ഓർക്കുന്നവരൊക്കെ വിളിച്ചു പറയുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വി എസിന്റെ പോരാട്ടങ്ങളാണ് ഇനി ബാക്കിയാകുന്നത്. അത് തലമുറകളെ ഇതിനോടകം പ്രചോദിപ്പിച്ചതാണ് ആ പോരാട്ടം. ഇനി വരാനിരിക്കുന്ന എത്രയോ തലമുറകളെ അത് പ്രചോദിപ്പിക്കുന്നതാണ് വി എസിന്റെ ആ പോരാട്ടം. ഇനി ബാക്കിയുള്ളത് കേരളത്തിന്റെ സമരനായകനാണ് വി എസ് എന്ന നമ്മളുടെ അനശ്വരമായ ഓർമ്മകൾ. കേരളത്തിന്റെ സമരനായകനാണ്, കേരളത്തിലെ പാവങ്ങളുടെ പടത്തലവൻ എന്ന് വി എസിനെ വിളിക്കുന്ന തലമുറകളാണ് ഇനി വരാൻ പോകുന്നത്. കേരളത്തിന്റെ സമരങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ വി എസ് പോരാട്ടം നയിച്ച സമരങ്ങൾ അത് നമ്മളുടെ കൺമുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു തന്നെ നിൽക്കും. അതിൽ ജയവും പരാജയവും ഒന്നും ആയിരുന്നില്ല വി എസിന്റെ പ്രശ്നം. വി എസ് അതിലെടുത്ത നിലപാടുകൾ തന്നെയായിരുന്നു. അങ്ങനെ നിലപാടുകൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ വി എസ് ആണ് ഇനി നമ്മളെ നയിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സമര കേരളത്തെ നയിക്കാൻ പോകുന്നത്. പാവങ്ങൾക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, ഭൂമിക്ക് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി, മണ്ണിന് വേണ്ടി, മനുഷ്യന്റെ അന്തസ്സ് നിലനിർത്തുന്നതിന് വേണ്ടി വി എസ് അച്യുതാനന്ദൻ എന്ന പോരാളി നടത്തിയ, എന്ന ഇതിഹാസതുല്യമായ ജീവിതം കാഴ്ചവെച്ച പോരാളി നടത്തിയ സമരങ്ങളായിരിക്കും ഇനി കേരളത്തെ നയിക്കാൻ പോകുന്നത്. അതാണ് അടുത്ത വരാനിരിക്കുന്ന തലമുറകളെ പ്രചോദിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ആ ചിത ഇങ്ങനെ കത്തി എരിയുന്നത്. പക്ഷേ ആ ചിത മാത്രമാണ് കത്തി എരിയുന്നത്. പക്ഷെ വി എസിന്റെ ഓർമ്മകൾക്ക് മരണമില്ല, വി എസ് നടത്തിയ പോരാട്ടങ്ങൾക്ക് മരണമില്ല, വി എസ് കുറിച്ചിട്ട വരികൾക്ക് മരണമില്ല. അതൊക്കെ എത്രയോ തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ട് ഈ നാടിൻ്റെ ആത്മാവിൽ, ഈ നാടിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. വലിയ ചുടുകാടിന് പുറത്ത് മതിലിന് സൈഡിൽ നിൽക്കുമ്പോൾ SKN ആ ചിത ഇങ്ങനെ ആളിക്കത്തുന്നതിൻ്റെ പുകച്ചുരുടുകൾ ആകാശത്തേക്ക് ഈ വലിയ മഴയ്ക്കിടയിലും ഉയർന്നു പൊങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ആ ചിതയുടെ പുകച്ചുരുളുകൾ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുന്നതിൻ്റെ അതിനേക്കാൾ വലിയ ശക്തിയിൽ ഇല്ല വി എസ് മരിക്കില്ല, റെഡ് സല്യൂട്ട് കൊമ്രേഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയ സഖാക്കളുടെ തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിലുള്ള മുദ്രാവാക്യം വിളികളും നമ്മൾ കേൾക്കുന്നുണ്ട്. കണ്ണേ കരളെ വി എസ് ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന മുദ്രാവാക്യം ഒരു പക്ഷേ കഴിഞ്ഞ 48 മണിക്കൂർ കേരളം ഇങ്ങനെ അങ്ങോളം ഇങ്ങോളം കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിലും നഗരങ്ങളിലും തെരുവോരങ്ങളിലും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ഒരു മുദ്രാവാക്യം എന്ന നിലയിൽ തുടർച്ചയായി കേട്ടുകൊണ്ടിരുന്ന ഒരു വാചക ഘടന നമ്മളുടെ ചരിത്രത്തിൽ ഒരു പക്ഷേ രേഖപ്പെടുത്തിയിട്ടുണ്ടാകില്ല. നമ്മൾ പല രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് രാഷ്ട്രീയ മുദ്രാവാക്യമല്ല. വി എസ് എന്ന ഒരു ജനനേതാവിന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ നൽകുന്ന ഒരു പ്രതികരണമാണ്, ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു പ്രതികരണമായിരുന്നു കണ്ണേ കരളെ വി എസ് ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതത്തിൽ അത്തരം വ്യക്തിഗതമായ മുദ്രാവാക്യങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ലെന്ന്. അങ്ങനെയൊക്കെ പറയുമ്പോഴും വി എസ് എന്നത് അതിനൊക്കെ അപ്പുറത്തേക്ക് വളർന്ന ഒരു വലിയ ഒരു വൻമരമായി, ഒരു വലിയ ഒരു അത്ഭുതമായി നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മരണത്തിന് തോൽപ്പിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്. അദ്ദേഹം മരണത്തെ ഒന്നിലധികം തവണ തോൽപ്പിച്ച ചരിത്രം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പൊതുപ്രവർത്തന ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മരണത്തിന് വി എസിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ആ മരണത്തിനൊക്കെ അപ്പുറത്തേക്ക് വി എസ് മുന്നോട്ട് വെച്ച പോരാട്ടങ്ങളുടെ കഥ, വി എസ് നയിച്ച സമര പരമ്പരകളുടെ കഥ, വി എസ് നടന്നുപോയ വലിയ വഴിത്താരകളിലെ അനുഭവങ്ങളുടെ കഥയൊക്കെ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ചിത അങ്ങനെ ആ വലിയ ചുടുകാടിലെ പുന്നപ്ര വയലാർ അനശ്വര രക്തസാക്ഷികൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ചിതയും ഇങ്ങനെ കത്തി അമരുമ്പോൾ അദ്ദേഹം പാർട്ടി അംഗമായത് സഖാക്കളുടെ സഖാവെന്ന പി കൃഷ്ണപിള്ളയുടെ കയ്യിൽ നിന്നാണ് പാർട്ടി അംഗത്വം വാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുനാഥൻ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെ പി കൃഷ്ണപിള്ളയൊക്കെ ഉറങ്ങുന്ന ആ മണ്ണിൽ വി എസും അന്ത്യവിശ്രമം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.